നമസ്കാരം. ദ ക്യൂറേറ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമകൾ നമ്മളെ പലതരത്തിലും സ്വാധീനിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മളെ സങ്കടപ്പെടുത്തും, ചിലപ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കും, ചിരിപ്പിക്കും, ചിലപ്പോൾ ചിന്തിപ്പിക്കുകയും ചെയ്യും. സങ്കടപ്പെടുത്തിയൊരു സിനിമ ചിന്തിപ്പിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് സ്വാഗതം. നെറ്റ്ഫ്ലിക്സിൽ കാണാൻ സാധിക്കുന്ന അമർ സിംഗ് ചംകീല എന്നുള്ള ഒരു ബയോപിക്കിനെ കുറിച്ചാണ് ഞാനിന്ന് പറഞ്ഞു വരുന്നത്. പഞ്ചാബിൽ 1980കളിൽ വളരെ പോപ്പുലറായിരുന്ന ഒരു ജനപ്രിയ സ്റ്റേജ് ആർട്ടിസ്റ്റായിരുന്ന അമർ സിംഗ് ചംകീല എന്ന ഒരു താരത്തിൻ്റെ ബയോപിക്കാണ് ഈ സിനിമ. ഒരു ഗായകൻ, ആ ഗായകൻ്റെ ബയോപിക്ക് എന്തായിരിക്കുമെന്നായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുക. അയാളുടെ സ്ട്രഗിൾ, അയാൾ പാട്ടിലേക്ക് വന്ന വഴി, അയാൾ ചിലപ്പോൾ ഏതെങ്കിലും ഗുരുക്കളുടെ അടുത്ത് പഠിക്കാൻ പോയി, അവിടെ നിന്ന് അദ്ദേഹത്തെ നിഷേധിച്ച് പറഞ്ഞു വിടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നീട് അങ്ങനെ ഭയങ്കരമായിട്ടൊരു പാട്ടുകാരനായിട്ട് വളർന്നു വരുന്നു. അത്തരത്തിലുള്ളൊരു കഥയായിരിക്കും പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷെ ചരിത്രത്തിൽ മാഞ്ഞുപോയ ഒരു ചതിയുടെ കഥ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സമൂഹത്തിൻ്റെ സദാചാര ബോധം ഒരു സംഗീതജ്ഞനെ കൊന്നുകളയുന്നത് എന്നുള്ളൊരു സിനിമയാണ് ചംകീല. തൻ്റെ പാട്ടുകളിൽ അശ്ലീലം ഉൾപ്പെടുത്തുന്നു എന്നുള്ളതുകൊണ്ട് മതപരമായിട്ടുള്ള വിമർശനം ഒരുപാട് നേരിടേണ്ടി വന്ന ഒരു ഗായകനായിരുന്നു അമർ സിംഗ് ചംകീല. അദ്ദേഹത്തിന് അതിൻ്റെതായ ഒരു കാരണമുണ്ട്. അദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാർക്ക്, അതായത് അദ്ദേഹം പറയുന്നുണ്ട് ചോട്ടേ ലോക്, ഇത്തരത്തിൽ വളരെ സാധാരണമായിട്ടുള്ള ഓർഡിനറി ആയിട്ടുള്ള ഒരാൾക്ക് ഒരു പാട്ടുകാരനായിട്ട് വളർന്നു വരണമെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള പാട്ട് മാത്രം പാടിയേ പറ്റില്ല. എന്താണോ പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത് ആ പാട്ടുകൾ പാടുക എന്നുള്ളതാണ് അയാൾക്ക് നിലനിന്ന് പോകാൻ ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം. അല്ലെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ പാട്ട് നിർത്താം, പാടണ്ട എന്ന് തീരുമാനിക്കാം. അപ്പോൾ തെറ്റും ശരിയും തീരുമാനിക്കാൻ പോലും ഒരു പ്രിവിലേജ് ആവശ്യമുണ്ട് എന്നുള്ള വളരെ എന്താ പറയുക, നമ്മൾ കുറുക്കി കൊള്ളുന്ന ഒരു ചോദ്യമാണ് അമർ സിംഗ് ചംകീല എൻ്റെ ഉള്ളിൽ ഉയർത്തിയത്. സത്യമായിട്ടും ശരിയും തെറ്റും നമുക്കറിയാം, എങ്കിൽ പോലും പലപ്പോഴും ശരി തിരഞ്ഞെടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മുടെ പ്രിവിലേജ് ഇല്ലായ്മയാണോ അല്ലെങ്കിൽ പ്രിവിലേജുകളാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദിൽജോദാണ് അമർ സിംഗ് ചംകീലയായിട്ട് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. അമർ സിംഗിൻ്റെ ഭാര്യയും കൂട്ട് ഗായികയാണ് അമർജോതായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പരിനീതി ചോപ്രയാണ്. പരിനീതി ഈ സിനിമയ്ക്ക് വേണ്ടി 15 കിലോ ഭാരം കൂട്ടി എന്ന് ഞാൻ എവിടെയോ വായിച്ചു. വളരെ മനോഹരമായിട്ട് രണ്ടുപേരും, ഒരു ചരിത്രപരമായിട്ടുള്ളൊരു സിനിമയാണ്. ജീവിച്ചിരുന്ന രണ്ട് വ്യക്തികളാണ്. അവരുടെ മാനറിസംസും അവരുടെ രീതികളും ഒക്കെ വളരെ മനോഹരമായിട്ട് തന്നെ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. AR റഹ്മാൻ്റെ മ്യൂസിക്കാണ്, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും അതിൽ ഒരുപാട് പാട്ടുകൾ അമർ സിംഗ് ചംകീലയുടെ തന്നെ പഞ്ചാബി പാട്ടുകളാണ്. അതല്ലാതെ രണ്ട് പാട്ടുകൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒന്ന് തൂ ക്യാ ജാനു എന്ന് പറയുന്നുള്ള ഒരു റൊമാൻറ്റിക് സോങ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന, എന്നാലും അതിലും ഒരു ശോകഭാവം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അവസാനത്തെ പാട്ടായ വിദാ കറോ എന്നുള്ള ആ പാട്ടും, ഇത് രണ്ടും വളരെയധികം മനോഹരമായിട്ട് തന്നെ AR റഹ്മാൻ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു പഞ്ചാബി സംഗീതജ്ഞൻ്റെ ബയോപിക്കായിട്ടുള്ളൊരു സിനിമയിൽ ഒരു സൗത്ത് ഇന്ത്യൻ സംഗീതജ്ഞൻ, പ്രാഥമികമായിട്ടും സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ സംഗീതം നൽകിയിട്ടുള്ളൊരു സംഗീതജ്ഞൻ, AR റഹ്മാൻ ഒരുപാട് ഇന്ത്യ സിനിമകളിൽ നൽകുന്നുണ്ടെങ്കിൽ പോലും ഒരു പഞ്ചാബി ഫോക്ക് സിംഗർ, അയാളുടെ ആ ഒരു എസൻസ് ഓഫ് മ്യൂസിക്കൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സിനിമയ്ക്ക് മ്യൂസിക് നൽകുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുള്ള രണ്ടുപേരും, അവരെക്കുറിച്ച് പിന്നെ പറയാനൊന്നുമില്ല, വളരെ മനോഹരമായിട്ട് തന്നെ രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും നായകൻ, പുള്ളി അയാളായിട്ട് തന്നെ മാറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഭയങ്കര ഹൈ പിച്ചിൽ പാടുന്ന ഒരു ഗായകനായിരുന്നു ചംകീല. അപ്പോൾ അത്രയും എനർജറ്റിക് ആയിട്ട് വേണം സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ. അതേപോലെ തന്നെ അമർജോതിൻ്റെ കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരും ഭയങ്കര ഹൈ പിച്ചിൽ പാടുന്ന ഒരാളാണെങ്കിൽ പോലും ഒരുപാടൊന്നും സ്റ്റേജിൽ ബോഡി ലാംഗ്വേജ് കൊണ്ടൊന്നും ഒരുപാടൊന്നും ചെയ്യാത്തൊരു ഗായികയായിരുന്നു. അപ്പോൾ അവരുടെ വളരെ മൈന്യൂട്ടായിട്ടുള്ള നുവാൻസസൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ പരിണീതി അവതരിപ്പിച്ചിട്ടുണ്ട്. സിനിമയിൽ ഒരുപാട് തരത്തിലുള്ള മോറൽ ഡിലമകളുണ്ട്. ഒന്ന്, ഈ പാട്ടിൻ്റെ ലിറിക്സ് അശ്ലീലമാണ്, സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന വാക്കുകളും വരികളുമൊക്കെയാണ് ഈ സിനിമയിലെ പാട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ചംകീല തന്നെയുടെ എഴുതിയിട്ടുള്ള ഗാനങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അതിനെതിരെ എങ്ങനെ സിഖ് സമുദായത്തിലുള്ള
ആളുകൾ പ്രതികരിച്ചു, എങ്ങനെ അതൊരു ഒടുവിൽ അയാളുടെ കൊലപാതകത്തിൽ തന്നെ കലാശിച്ചു എന്നുള്ളതൊക്കെയാണ് സിനിമയിൽ വരുന്നത്. സിനിമ നമ്മൾ കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ആ ഒരു കലാരൂപമാണല്ലോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടർ ഒരിടത്ത് പോലും ആ ഒരു മോറൽ ക്വസ്റ്റ്യനുകൾക്ക് തൻ്റേതായിട്ടുള്ള ചില ന്യായീകരണങ്ങളോ ഒന്നും ചമയ്ക്കുന്നില്ല എന്നുള്ളതാണ്. പ്രേക്ഷകൻ്റെ വ്യൂ പോയിന്റിൽ തന്നെ സിനിമ പോകുന്നു എന്നുള്ളതാണ്. ഒരാൾ കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ് സിനിമ നറേറ്റ് ചെയ്യുന്നത്. ഒരു പോലീസുകാരന് ഷംകീലയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് സഹഗായകർ, മറ്റ് മ്യൂസീഷ്യൻസൊക്കെ പല പല പോർഷൻസിലായിട്ട് പറഞ്ഞു കൊടുക്കുന്ന കഥകളായിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. എന്നിരുന്നാലും അതിലൊരിടത്ത് പോലും ഡയറക്ടർ ഇംതിയാസ് അലി തൻ്റെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ മൊറാലിറ്റി എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ മൊറാലിറ്റിയുടെ ശരിയും തെറ്റും തമ്മിലുള്ള ഒരു ഡിവിഷൻ, ആ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ഏതാണ് എന്നുള്ള ചോദ്യം അപ്പോഴും മുന്നിൽ നിൽക്കുന്നുണ്ട്. അവിടെയും ചംകീല പറഞ്ഞ ഉത്തരവാണ് എനിക്കും കൂടുതൽ ആപ്റ്റായി തോന്നുന്നത്. എന്താണോ ഡിമാൻഡ് ചെയ്യപ്പെടുന്നത് അത് പ്രൊവൈഡ് ചെയ്യാൻ എല്ലാ കാലത്തും ആരെങ്കിലും ഉണ്ടാവും. അത് പാട്ടായിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ. നിങ്ങൾക്ക് നല്ല ഉള്ളടക്കങ്ങളും നല്ല സംഗീതവും നല്ല കലയും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സപ്ലൈയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. നല്ല വാർത്തയും വേണമെങ്കിൽ സപ്ലൈയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ തന്നെ ഉള്ളിലേക്കൊന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു കാലമാണിത്. നിങ്ങൾക്ക് മോശം വാർത്തകളാണ് കൂടുതലായിട്ട് നൽകപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളതാണ് കൂടുതലായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനാണ് റേറ്റിംഗ് കൂടുതൽ എന്നുള്ളതാണ്, അതിനാണ് കൂടുതൽ വ്യൂ എന്നുള്ളതാണ്. മോശം പാട്ടുകളും മോശം ഡാൻസുകളും മോശം റീലുകളും മോശം സിനിമകളുമാണ് നിങ്ങൾക്ക് കൂടുതലായി കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒരു സമൂഹം എന്ന നിലയിൽ, ഒരു കലാസ്വാദകർ എന്നുള്ള നിലയിൽ നമ്മുടെ ആസ്വാദന നിലവാരം വളരെ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതിന് നമ്മൾ സപ്ലൈ ചെയ്യുന്ന ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരവരുടെ സർവൈവലിന് വേണ്ടി ചെയ്യുന്നു. അതിൽ നമുക്ക് തെറ്റും ശരിയും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ അതൊരു പ്രിവിലേജിൻ്റെ കാര്യമാണ്. ഇപ്പോൾ ചില ആളുകൾ ഉദ്ഘാടന താരങ്ങളായിട്ടൊക്കെ നടക്കുന്നവരെ പലപ്പോഴും നമ്മൾ കുറ്റം പറയുന്നുണ്ടെങ്കിൽ പോലും സത്യത്തിൽ അതവരുടെ സർവൈവൽ സ്കില്ല് മാത്രമാണ്. എന്താണോ അവർക്ക് കൊടുത്താൽ പൈസയാക്കി മാറ്റാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഫെയിമാക്കി മാറ്റാൻ പറ്റുന്നത്, അതവർ ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന് പിന്നിലേക്ക് ഈച്ച ചക്കയിലേക്ക് പോകുന്നത് പോലെ പോകുന്ന മനുഷ്യരാണ് ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ ആസ്വാദന നിലവാരത്തിൽ, നിങ്ങൾക്ക് ജീവിതത്തിലൂടെയുള്ള വീക്ഷണത്തിൽ, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള സ്റ്റാൻഡേർഡിൽ എത്രത്തോളം വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് അമർ സിംഗ് ചംകീല അവസാനിക്കുന്നത്. എല്ലാവർക്കും ശരിയും തെറ്റുകളും ഉണ്ട്, അവരുടേതായ ശരികളും തെറ്റുകളും ഉണ്ട്. എങ്കിൽ പോലും ശരി തിരഞ്ഞെടുക്കാനും ചില പ്രത്യേക അവകാശങ്ങൾ ഉള്ളവർക്ക് മാത്രമേ ഈ സമൂഹത്തിൽ സാധിക്കുള്ളൂ എന്നുള്ള ഒരു ചിന്തയോട് കൂടിയാണ് അമർ സിംഗ് ചംകീല അവസാനിക്കുന്നത്. നിങ്ങൾ ഈ സിനിമ കണ്ടു, നിങ്ങൾക്ക് എന്താണ് ഒരു മോറൽ ഡിലമ, അല്ലെങ്കിൽ ആ ഒരു സദാചാര സംബന്ധമായിട്ടുള്ള ആ ഒരു ചോദ്യത്തിൽ നിങ്ങളുടെ സൈഡ് ഏത് സൈഡിലാണെന്ന് പറയുക. നിങ്ങൾ ആരെയായിരിക്കും സപ്പോർട്ട് ചെയ്യുക? ചംകീലെ പോലെ അശ്ലീല ഗാനങ്ങൾ എഴുതിയെങ്കിലും ഫെയിമിലേക്കും പണത്തിലേക്കും വരാൻ ആഗ്രഹിക്കുന്ന ഒരാളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അതോ ചംകീലയുടെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാണാത്തവർ തീർച്ചയായും നെറ്റ്ഫ്ലിക്സിൽ പോയി കാണുക. മനോഹരമായി ചിത്രീകരിച്ച മനോഹരമായ ഗാനങ്ങളും പഞ്ചാബി ഫോക്ക് സംഗീതത്തിൻ്റെ വളരെ ലാവിഷായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കാണുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു സിനിമയുടെ റിവ്യൂവുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.